അങ്ങനെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും കോടതിയിൽ, ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിലല്ല, അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. സാങ്കേതികമായി നമുക്കതിനെ കോടതി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കോടതിക്ക് മുന്നിൽ വീണ്ടും ഹാജരാക്കും. പക്ഷേ ഇനി ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ കസ്റ്റഡി ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയില്ല എന്നുള്ളതാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ പരാതിയുമായി അതിജീവിതമാർ ഒന്നിനു പുറകെ ഒന്നായി എത്തുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഇത് വലിയ കോളിളക്കം ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ നടപടികൾ സ്വീകരിച്ചപ്പോഴൊന്നും ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ഔദ്യോഗികമായ ഒരു പരാതി ലഭിക്കുകയും അങ്ങനെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ എല്ലാ അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് MLA ആയി തുടരാൻ സാധിക്കുമോ എന്നതാണ്. ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിനുള്ള നടപടികൾ CPIM ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാഹുലിൻ്റെ അറസ്റ്റ് സഭയിൽ ഉന്നയിക്കുക, രാഹുലിനെ അയോഗ്യനാക്കുക, രാഹുൽ സഭയുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തി എന്ന തരത്തിൽ ഉള്ള പരാതി ഇതിനോടകം തന്നെ സ്പീക്കർക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. DK മുരളി MLA ആണ് ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഒരു പരാതിയുടെ രൂപത്തിൽ ഉള്ള കത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ഈ കത്തിന്മേൽ എന്തായിരിക്കും സ്പീക്കറിന്റെ നടപടി എന്നാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്പീക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ MLA ആയി തുടരുന്നത് സംബന്ധിച്ച് പരാതി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിരവധി വ്യക്തിപരമായ പരാതികൾ ഇതിനോടകം തന്നെ സ്പീക്കറിന് ലഭിച്ചുവെങ്കിലും ഒരു MLAയെ അയോഗ്യനാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും MLAയ്ക്ക് പ്രത്യേകമായ ഒരു പ്രിവിലേജ് ഉണ്ട്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അയോഗ്യനാക്കാൻ സാധിക്കില്ല. അങ്ങനെ അയോഗ്യത ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ചില വകുപ്പുകൾ അനുസരിച്ചാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ MLA അയോഗ്യനായി നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ആന്റണി രാജു അവിടെ ഒരു ക്രിമിനൽ കേസിൽ 3 അതിലധികം വർഷമോ ശിക്ഷിക്കപ്പെട്ടാലാണ് MLA സ്ഥാനം. അത് പിന്നീട് അയോഗ്യനാക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ആ വിധി വരുന്ന നിമിഷം തന്നെ MLA അയോഗ്യനായി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം? അല്ല. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഒരു പരാതിയുണ്ട്. ആ പരാതിയിന്മേൽ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അതിന് ഇനിയും കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. ആ കാലയളവിൽ ഒരുപക്ഷെ MLA എന്ന നിലയിലൊക്കെ തുടരാം. കാരണം ഇത്തരം ആരോപണങ്ങൾ, പരാതികളൊക്കെ നേരിടുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും നിയമസഭകളിൽ ഉണ്ട്. പിന്നീട് ശിക്ഷിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. അങ്ങനെ കേരളത്തിലടക്കം നമുക്കറിയാം അഴിമതി കേസുകളിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുണ്ട്. അങ്ങനെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുണ്ട്. R ബാലകൃഷ്ണപിള്ള നമുക്കറിയാവുന്നതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു മുൻ മന്ത്രി കൂടിയാണ്. ജയിൽവാസം അനുഭവിച്ച ആളാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി MLA ആയി തുടരാൻ പറ്റുമോ എന്നിടത്ത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി സ്പീക്കറിന് മുന്നിൽ എത്തിയിരിക്കുന്നു. ഇനി ആ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഈ സഭയാണ്, അതായത് നിയമസഭയാണ് ഇനി ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് കൃത്യമായി പറയേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമപരമായി, അതായത് കോടതി നടപടികളിലൂടെ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മാറേണ്ടി വരുമോ? അത് തീരുമാനിക്കേണ്ടത് ഈ നിയമസഭ തന്നെയാണ്. അതായത് 15ാം നിയമസഭയാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത് എന്നതാണ് കൃത്യമായി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം ഇനി പരിഗണിക്കപ്പെടുക? അതായത് അങ്ങനെ നിയമസഭയ്ക്ക് MLAയെ പുറത്താക്കണമെങ്കിൽ ആദ്യം പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ, അതായത് സഭയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ആണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കേണ്ടത്. അതിൽ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ MLA അല്ല എന്നതുകൊണ്ട് തന്നെ ആ എത്തിക്സ് കമ്മിറ്റി അംഗങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത.
അങ്ങനെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് ഈ പരാതി എത്തിയാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും എത്തിക്സ് കമ്മിറ്റി നൽകുക എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ അങ്ങനെ തന്നെ അനുമാനിക്കപ്പെടാനേ സാധിക്കുകയുള്ളൂ. ആ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകേണ്ടത്. പലപ്പോഴും എത്തിക്സ് കമ്മിറ്റികൾ പല ആളുകൾക്ക് നേരെയും അല്ലെങ്കിൽ അംഗങ്ങൾക്ക് നേരെയും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ള സാധ്യത കുറവാണ്. ഈ എത്തിക്സ് കമ്മിറ്റിയെ ആരാണ് നിയമിക്കുക? അവിടെയാണ് ഇപ്പോൾ ഈ MLA നൽകിയിട്ടുള്ള പരാതി പ്രസക്തമാകുന്നത്. അതായത് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ പരാതി വിടണമോ എന്നത് തീരുമാനിക്കേണ്ടത് നിലവിൽ നിയമസഭാ സ്പീക്കറാണ്. അവിടെ ഒരു പ്രതിസന്ധിയുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ AN ഷംസീറിന് ഈ വിഷയത്തിൽ കുറച്ചുകൂടി നിയമസഹായം തേടേണ്ടതായി വരും. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ആയിരിക്കും ഇത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമോ എന്നത് സംബന്ധിച്ച തീരുമാനം എടുക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഇത്തരം ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉയർന്നു വന്നാൽ ഏതെങ്കിലും അംഗം പരാതി നൽകാതെ തന്നെ സ്പീക്കർക്ക് സ്വയം ഇങ്ങനെയൊരു എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനുള്ള അധികാരമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള അധികാരത്തെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ ഒരു MLA തന്നെ സഭയിലെ അംഗത്തിന് നേരെ പരാതി നൽകിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് എത്തിക്സ് കമ്മിറ്റിക്ക് വിടാൻ പറ്റുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അവിടെ ഇനി എത്തിക്സ് കമ്മിറ്റിയുടെ നിലപാട് കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറും. എത്തിക്സ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടപടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന ഒരു ശുപാർശയാണ് നൽകുന്നത് എങ്കിൽ തീർച്ചയായും അത് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ഇത്തരത്തിൽ അതായത് സമാനമായ വിഷയമല്ല എങ്കിൽ പോലും KR ഗൗരിയമ്മയെ അപമാനിച്ചതിൽ അടക്കം PC ജോർജിനെതിരെ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ട് നൽകുകയും PC ജോർജിനെ ശാസിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ അധിക്ഷേപിച്ച വിഷയത്തിലും അങ്ങനെ എത്തിക്സ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കണ്ടെത്തലിനെ തുടർന്ന് PC ജോർജിനെ താക്കീത് ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ ഒരംഗത്തെ പുറത്താക്കണം എന്ന നിലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അവിടെയാണ് ഈ വിഷയങ്ങൾ സങ്കീർണമാകുന്നത്. ഇനി മുഖ്യമന്ത്രിയായിരിക്കണം പ്രമേയം അവതരിപ്പിക്കേണ്ടത്. അതായത് എത്തിക്സ് കമ്മിറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്ന അല്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകണമെന്ന നിർദ്ദേശം നൽകിയാൽ പിന്നീട് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കും. ആ പ്രമേയം പാസാക്കപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടാകണം. അതും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വലിയ തടസ്സമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആദ്യമേ തന്നെ നടപടിയെടുത്തതും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയെന്ന് തന്നെ പറയാം. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിഴവാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പലരും സംരക്ഷിക്കുന്നു എന്നതൊക്കെ രാഷ്ട്രീയ ആക്ഷേപമായി നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ പോലും നടപടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് തീർച്ചയായും അങ്ങനെ ഒരു പ്രമേയം സഭയിലേക്ക് എത്തിയാൽ അതിനെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പിന്തുണച്ചില്ല എങ്കിൽ ഇത് കോൺഗ്രസിന് ഇരട്ടത്താപ്പായിരുന്നു എന്ന് രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശന് അടക്കം അല്ലെങ്കിൽ പല പേരുകളും അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നവർ എന്നൊക്കെ ആരോപണമുണ്ടെങ്കിലും നിയമസഭയിൽ അംഗങ്ങളായിരിക്കുന്ന കോൺഗ്രസ് MLA-മാർക്കടക്കം അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടാൽ ആ പ്രമേയത്തെ അനുകൂലിക്കേണ്ടതായി വരും എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അതാണ് വിവരങ്ങൾ. ഇവിടെ ഡാൻ കുര്യൻ തുടരുകയാണ്. ഡാൻ, അങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുമോ എന്നതൊക്കെ നമുക്ക് സംശയമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കാരണം സഭാ സമ്മേളനം 20-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായി വിഷയത്തെ നിലനിർത്തുക എന്നത് CPM-ൻ്റെ കൂടി ആവശ്യമാണല്ലോ. ഇപ്പോൾ ഏതാണ്ട് ഈ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം തെന്നിമാറിക്കഴിഞ്ഞു. അത് രാഹുലിൻ്റെ മാത്രം കാര്യമെന്ന് പൊതുവെ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഇങ്ങനെ തുടർച്ചയായി തള്ളിക്കളയുകയാണ് രാഹുലിനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.